മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരൻ. മുഖ്യമന്ത്രിക്ക് സ്വന്തം മക്കളോട് മാത്രമാണ് സ്നേഹമെന്നും CPM-ന് പോലും പിണറായി മടുത്തുവെന്നുമാണ് സുധാകരൻ പറയുന്നത്. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ വാർഡ് പ്രസിഡന്റുമാരുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയായിരുന്നു വിമർശനം. കേരളത്തെ കട്ടുമുടിച്ചും കൊള്ളയടിച്ചും അത് മുഴുവൻ മക്കളുടെ പേരിലാക്കുകയാണ് പിണറായി വിജയൻ. ഇതുപോലൊരച്ഛൻ ഭൂലോകത്തുണ്ടാവില്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. വരുന്ന തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തിരിച്ചു വരില്ല. MV ഗോവിന്ദന്റെയും പിണറായിയുടെയും മണ്ഡലത്തിൽ തനിക്ക് ഭൂരിപക്ഷം ലഭിച്ചത് CPM-കാർ തനിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണെന്നാണ് സുധാകരൻ പറയുന്നത്. അതേസമയം വിഴിഞ്ഞത്തെ ചടങ്ങിൽ BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പൂർണ്ണ അതൃപ്തി. അതിന്റെ കേന്ദ്രസ്ഥാനത്ത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് എത്തിയതാണ് ഇതിനെല്ലാം കാരണം. അതിഥികളുടെ പട്ടികയിൽ രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെടുത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. ഈ സമയം സംസ്ഥാന സർക്കാർ എതിർപ്പൊന്നും അറിയിച്ചില്ല. അത് അംഗീകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ തന്റെ മരുമകൻ കൂടിയായ റിയാസ് പൊട്ടിത്തെറിച്ചത് വിവാദത്തിന് പുതിയ മാനം നൽകുകയാണ്. അതിഥികളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് സംസ്ഥാന സർക്കാരാണ്. അതായത് രാജീവ് ചന്ദ്രശേഖരനെയും സാങ്കേതിക അർത്ഥത്തിൽ ക്ഷണിച്ചത് വേദിയിലിരുത്തിയത് പിണറായി സർക്കാരാണ്. ഈ സാഹചര്യത്തിൽ തന്റെ മന്ത്രിസഭയിലെ മന്ത്രി തന്നെ ഇതിനെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിനാലാണ് നീരസം. CM-RL കേസിൽ മകൾ വീണ വിജയൻ പ്രതിസ്ഥാനത്താണ്. കേന്ദ്ര സർക്കാരുമായി മികച്ച ബന്ധമാണ് കേരള സർക്കാർ ആഗ്രഹിക്കുന്നത്. ഈ സാഹചര്യത്തിൽ BJP അധ്യക്ഷനെ ഒരു മന്ത്രി തന്നെ ട്രോൾ ചെയ്ത് ശരിയായില്ല എന്ന വിലയിരുത്തൽ CPM-ലെ പലർക്കുമുണ്ട്. അതിനിടെ CM-RL-മായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ 3334 ഇടപാടുകൾ നടന്നതായി കമ്പനിയുടെ ചീഫ് അക്കൗണ്ടിന്റെ കണക്ക് പുസ്തകത്തിൽ പറയുന്നുണ്ട്. കേസ് അന്വേഷിച്ച SFIO പിടിച്ചെടുത്ത പുസ്തകത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കും രാഷ്ട്രീയക്കാർക്കും സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ CM-RL എത്ര രൂപ വീതം നൽകിയെന്ന കണക്കുള്ളത്. വീണയുടെ കമ്പനിയായ എക്സോലോജിക് സൊല്യൂഷൻസിന് CM-RL ഉൾപ്പെടെ കേരളത്തിലെ 12 സ്ഥാപനങ്ങൾ പണം കൈമാറിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. കേസിലെ പരാതിക്കാരൻ എന്ന നിലയിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച BJP നേതാവ് ഷോൺ ജോർജ് അഴിമതി നിരോധന നിയമപ്രകാരം CBI അന്വേഷണം ആവശ്യപ്പെട്ട് SFIOയ്ക്ക് ശനിയാഴ്ച കത്ത് നൽകിയിരുന്നു. ഇത് അതിനിർണായക നീക്കമാണ്. ഇതിന് പിന്നിൽ രാജീവ് ചന്ദ്രശേഖരനെ പരിഹസിച്ചത് അടക്കം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ചില CPM കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഹൈക്കോടതിയുടെ സ്റ്റേയുടെ ആനുകൂല്യത്തിലാണ് ഇപ്പോൾ SFIO കേസിലെ നടപടികൾ മുന്നോട്ട് പോകാത്തത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള ഗാനം പുറത്തു വന്നതിന് പിന്നാലെ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഡോക്യുമെന്ററിയും റിലീസിന് തയ്യാറെടുക്കുകയാണ്. പിണറായി ദ ലെജൻഡ് എന്ന പേരിലാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച ഡോക്യുമെന്ററി ചിത്രീകരിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല ജീവനക്കാരുടെ സംഘടനയാണ് ഡോക്യുമെന്ററി നിർമ്മിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ ജീവചരിത്രവും ഭരണ നേട്ടങ്ങളും നേതൃപാഠവും ഉൾക്കൊള്ളുന്നതാണ് ഡോക്യുമെന്ററിയുടെ പ്രമേയം. തുടർഭരണം ലക്ഷ്യമിട്ട് നീങ്ങുന്ന പിണറായിക്കുള്ള സമ്മാനമായാണ് CPM അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുന്നത്. 15 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ സംവിധായകൻ തിരുവനന്തപുരം നേമം സ്വദേശിയാണ്. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. 2016 മെയ് 25 മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തുടരുന്ന മുതിർന്ന CPM നേതാവാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി എന്ന നിലയിൽ 2ാം തവണ 2021 മെയ് 20-ന് അധികാരമേറ്റു. ആദ്യ തവണ 2016 മെയ് 25-നാണ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത്. നിലവിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെയും പൊതുഭരണവും ഉൾപ്പെടെ മൊത്തം 27 വകുപ്പുകളുടെ അധിക ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. നിലവിൽ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ 1998 മുതൽ 2015 വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. EK നയനാർക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നിട്ടുള്ളതും പിണറായി വിജയനാണ്. യുവജന സംഘടനാ പ്രവർത്തനത്തിലൂടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വ നിരയിലെത്തിയ പിണറായി വിജയൻ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് 18 മാസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ രാഷ്ട്രീയ തടവുകാരനായിരുന്നു. 1970-ലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 26-ാമത്തെ വയസ്സിൽ കൂത്തുപറമ്പ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി കേരള നിയമസഭയിൽ അംഗമായി. 1977-ലും 91-ലും കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും 96-ൽ പയ്യന്നൂരിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2016 മുതൽ ധർമ്മടം മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ്. 1996 മുതൽ 98 വരെ 3ാം EK നയനാർ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനം, വിതരണം എന്നിവ വളരെ കാര്യക്ഷമമാക്കുന്നതിലും കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു.